മാണ്ഡ്ലയിലെ ഭ്രാന്തനാനയുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ ബ്ലൂംഫീൽഡിന്റെ. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ ഈ കഥ കേട്ടിട്ടില്ല എങ്കിൽ പോയെന്ന് കേൾക്കുക. 2 വീഡിയോ ആണ് ഇതിനു മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ രണ്ടിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കഥ കേൾക്കുന്നതെങ്കിൽ ഇതിനു മുന്നേ ചെയ്ത 2 പാർട്ട് പോയി കേൾക്കുക. അതിനുശേഷം ഇത് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുകയില്ല. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അരുവിയുടെ കരയിലേക്ക് വന്ന് നിൽക്കുന്നത് വരെയാണ്. അവിടുന്ന് ഉള്ളിലേക്ക് അവനെ തേടിയുള്ള യാത്രയ്ക്ക് അവർ തുടങ്ങുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ഞങ്ങൾക്കൊപ്പം വനത്തിലേക്ക് കൊണ്ടുവന്ന വളർത്താനയായ പിടിയാനയുടെ ശരീരത്തിൽ നിന്നും എല്ലാ അലങ്കാരങ്ങളും അഴിച്ചുമാറ്റി. കഴുത്തിന് ചുറ്റും ഒരു വലിയ കയർ കൊണ്ട് കെട്ടി. അത് വാലിനടിയിലൂടെ വീണ്ടും എടുത്ത് ഒന്നുകൂടി കെട്ടി. ആവശ്യം വന്നാൽ ഏതു ദിശയിൽ നിന്നും അതിന്റെ മുകളിലേക്കും താഴേക്കും ഇറങ്ങുവാൻ പാകത്തിനായിരുന്നു ആ കയറുകൾ അവളുടെ ശരീരത്ത് കെട്ടി നിർത്തിയത്. അതിനു പുറമെ ആനയെ നയിക്കുന്ന ആൾക്ക് അതിന് പുറത്ത് നല്ലപോലെ പിടിച്ചിരിക്കുവാനും ആ കയർ സഹായിക്കും. ഞങ്ങൾ ട്രാക്ക് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന കാട്ടാന ഇനി ഒരു പക്ഷെ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ സൗകര്യപൂർവ്വം ആനയുടെ പുറത്ത് പിടിച്ചിരുന്നു കൊണ്ട് തന്നെ അവിടെ നേരെ നിറയൊഴിക്കുവാനും സാധിക്കും. പിടിയാനയെ കൊണ്ട് മുന്നിലേക്ക് പോകുവാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. അതുമൂലം കാട്ടാനയെ വളരെ വേഗം തന്നെ ഇവളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തി. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന അരുവിയുടെ അരികിൽ നിന്നും കുറച്ച് പുറകോട്ട് പോയാൽ ഒരു ചെറിയ 2 വീട് കാണുവാൻ സാധിക്കും. ഏതോ ആദിവാസി വർഗത്തിൽപ്പെട്ടവരുടെ വീടുകളാണവ. ഞങ്ങൾ പതിയെ അത് ലക്ഷ്യമാക്കി അങ്ങോട്ട് സഞ്ചരിച്ചു. അവിടെ ഞങ്ങൾ എത്തിയതും ഞങ്ങൾക്കൊപ്പം കൊണ്ടുവന്ന കുതിരകളെ അവിടെ കെട്ടിയിട്ടു. അവരുടെ അനുവാദം നേടി. ഞങ്ങൾ കൈവശം കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ അവിടെ വെച്ചു. പിന്നീട് ഞങ്ങൾ ലക്ഷ്യം വെച്ച ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ മുന്നിലായി ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് 2 കുന്തങ്ങളേന്തിയ 2 ബൈക്കുകളാണ്. അവരുടെ പേര് ഭക്തും ഗൗരറും. അവരാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്നത്. അവർക്ക് പിന്നിലായി ഞാനും നെയ്ലറും. ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുടെ 2ാമത്തെ തോക്കുകൾ കൈവശം വെച്ചിരിക്കുന്ന 2 സഹായികൾ, മനോഹർ സിംഗും പിന്നെ സുക്ലക് സിംഗും. അതിനു പിന്നാലെ പോലീസ് മസ്കറ്റുമായി ഒരു പോലീസുകാരൻ. അയാൾക്ക് പിന്നാലെ 2 ബൈക്കുകൾ. ഇനിയും ഒരു പക്ഷേ ഞങ്ങൾ ആനയുടെ പിടിയിൽ പെട്ടാൽ, കുടുങ്ങിയാൽ അവന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ 5 നായ്ക്കൾ, അവരെ കൈകാര്യം ചെയ്തു കൊണ്ടുവരുന്ന 2 സഹായികൾ. അവർക്ക് പിന്നിലാണ് ഞങ്ങളുടെ വളർത്താന, ആ പിടിയാന. ആനയ്ക്കും പിന്നിൽ 2 ബാഗുകൾ കൂടി. അങ്ങനെ ഞങ്ങൾ ഏകദേശം 12-13 പേർ അവന്റെ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുന്നേ പറഞ്ഞ അരുവിയുടെ തീരത്തെത്തിയപ്പോഴേക്കും ആനയെ നയിച്ചു കൊണ്ടുവരുന്ന അവന് മുന്നിലേക്ക് ആനയെ നയിച്ചുകൊണ്ട് ആ പാത പിന്തുടർന്നു വരുവാൻ വിസമ്മതിച്ചു. കുറേ സമയം പല കാര്യങ്ങളും പറഞ്ഞ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ നോക്കി ഞങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ നോക്കിയെങ്കിലും എല്ലാത്തിനും അവൻ വിസമ്മതിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഭയമായിരുന്നു അതിന് പിന്നിൽ. അവസാനം ഞാൻ അവനെ ഒരു വിരട്ടി. അവനെ ആനയുടെ പുറത്തു നിന്നും വലിച്ചു താഴെയിട്ടു. അവന്റെ നെഞ്ചിലേക്ക് ഞാൻ എൻ്റെ തോക്ക് ചൂണ്ടി നിന്നു. ഇനിയും നീ കൂടുതൽ സംസാരിച്ചാൽ ഇതിന്റെ കാഞ്ചി വലിക്കുമെന്ന് ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. അവനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ മുന്നിലേക്ക് ഞങ്ങൾക്കൊപ്പം വരാമെന്ന്, ആനയെ തെളിച്ചുകൊണ്ട് വരാമെന്ന് സമ്മതിച്ചത്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന റുപ്പ എന്ന ഒരു ബൈക ഞങ്ങൾക്ക് ആന പോകുന്ന വഴി കാട്ടിത്തരാമെന്നും പറഞ്ഞു. അയാൾ മുന്നിലേക്ക് കടന്നു വന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ അയാളുടെ ചുവട് പറ്റി മുന്നിലേക്ക് പതിയെ നീങ്ങി. ആനയുടെ സാന്നിധ്യം മുന്നിലേക്ക് നീങ്ങുന്തോറും വല്ലാതെ ഞങ്ങളെ പിന്തുടരുന്നതായി ഞങ്ങൾക്ക് തോന്നി. ആന ഞങ്ങളിൽ നിന്നും അധികം ദൂരമല്ലാതെ എവിടെയോ ഇരിക്കുന്നുണ്ട് എന്ന് ഒരു ബോധം ഞങ്ങളിലുണ്ടായി. മറ്റുള്ളവരിലേക്ക് അത് ഭയം പകർന്നു നൽകുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പാതയുടെ ഇരുവശവും വളർന്നു നിൽക്കുന്ന പുല്ലുകളും പൊന്തക്കാടുകളുമെല്ലാം ഞങ്ങൾക്ക് മുകളിൽ വളർന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ആനയുടെ ഒരു ആക്രമണം ഏത് ദിശയിൽ നിന്നും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിനിയും ഏത് നിമിഷവും ഞങ്ങൾക്ക് നേരെ ഉണ്ടായേക്കാം. ഞങ്ങളിപ്പോൾ പിന്തുടർന്നുകൊണ്ട് പോകുന്ന പാത അവൻ പോയിരിക്കുന്ന പാതയാണ്. എന്നാൽ അവന് വേണമെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾക്ക് പിന്നിലെത്തി
ഞങ്ങളെ പിന്നിൽ നിന്നും ആക്രമിച്ചേക്കാം. ആ ഒരു ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊപ്പം അവിടെ വരുന്നവരോട് ഞങ്ങൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്നും മറ്റൊച്ചകളൊന്നും ഉണ്ടാക്കരുതെന്നും ആനയുടെ സാന്നിധ്യം കിട്ടുകയോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ശബ്ദമെടുക്കാവൂ എന്ന് ഞാൻ അവരോട് ചട്ടം കെട്ടിയിരുന്നു. അങ്ങനെ ആനയുടെ ട്രാക്കുകൾ ഞങ്ങൾ കണ്ടെത്തി, പുതുതായി വീണവ. അവ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ പാതയിലേക്ക് പ്രവേശിക്കുകയും അതിനെ പിന്തുടർന്ന് മുന്നിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആ പാത പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് സഞ്ചരിച്ചു. ഏകദേശം 200 അല്ലെങ്കിൽ 300 വാര ദൂരത്തിൽ ആ വലിയ ആനയെ കണ്ടെത്തി. ഒരു വലിയ മരത്തിൽ നിന്നും ഏകദേശം 40 വാര അകലെയായിരുന്നു അവനുണ്ടായിരുന്നത്. അവന്റെ പിൻഭാഗം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതായത് അവൻ തിരിഞ്ഞു നിൽക്കുകയാണ്. അവന്റെ തല ഞങ്ങൾക്ക് എതിർദിശയിലാണ്, എങ്കിലും അവന്റെ ചെവി ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ എൻ്റെ റൈഫിൾ ഉയർത്തുകയും ഒരു വെടി പൊട്ടിക്കുകയും ചെയ്തു. എന്നാൽ ലക്ഷ്യം കാണുവാൻ ആ തിരക്ക് സാധിച്ചില്ല. വലിയൊരു ശബ്ദം ആ കാടിനെ പിടിച്ചു കുലുക്കി പ്രകമ്പനം കൊള്ളിച്ചു. വെടിയുടെ ഒച്ച ആനയെ ഭയപ്പെടുത്തി കാണണം. അവൻ പാഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ വിടാതെ അവനെ പിന്തുടർന്ന് അവന് പിന്നാലെ ഓടി. എന്നാൽ അവന്റെ വേഗത്തെ തോൽപ്പിക്കുന്ന വേഗത കൈവരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങിയത്. അത്രയും വേഗത്തിലായിരുന്നു ആ കാട്ടാന ആ വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നിലേക്ക് യാത്ര ചെയ്തത്. അങ്ങനെ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ ഞങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ് വീണുകിട്ടി മറ്റൊരവസരം കൂടി ഞങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടത്. ഇപ്രാവശ്യവും അവനെ കാണുമ്പോൾ അവന്റെ വാലുഭാഗം ഞങ്ങൾക്ക് നേരെയായിരുന്നു. എന്നാൽ അവന്റെ ഇടത് ചെവി കൃത്യമായി തന്നെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൻ വശം തിരിഞ്ഞ് ഞങ്ങളെ നോക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. എൻ്റെ റൈഫിൽ ഞാൻ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. അവൻ്റെ ഇടത് കാത് ലക്ഷ്യമാക്കി ഞാൻ നിറയൊഴിച്ചു. കൃത്യമായി എൻ്റെ തിര ലക്ഷ്യം കാണുകയും അവൻ്റെ ഇടതുകാതിന് പിന്നിൽ വന്ന് തറയ്ക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അവനെ വെടിവെച്ച തിരക്ക് അവൻ്റെ ജീവനെടുക്കുവാൻ സാധിച്ചില്ല. അവൻ വീണ്ടും പാഞ്ഞോടി. ഞങ്ങൾ അവൻ്റെ തൊട്ടു പിന്നാലെ കുതിച്ചു പാഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞങ്ങൾ അവന് നേരെ ഒരു ഷോട്ട് എടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വരണ്ട ജലാശയത്തിന്റെ അരികിലായിരുന്നു. ഞങ്ങൾ പതിയെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി മുന്നിലേക്ക് നടന്നപ്പോൾ ആ ജലാശയത്തിന് മുന്നിലെ ഉയർന്ന ചരിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ വീണ്ടും ആ ശത്രുവിനെ കണ്ടു. ഇത്തവണ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവൻ നിന്നിരുന്നത്. ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുവാൻ വേണ്ടി അവൻ ആ സമയം കൂട്ടുകയായിരുന്നു. അവൻ്റെ ഇടതുഭാഗം വളരെ കൃത്യമായി തന്നെ നെയിലൊക്കെ കാണുവാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും അയാൾ പാഴാക്കിയില്ല. തൻ്റെ റൈഫിൾ ഉയർത്തുകയും അവൻ്റെ തലയിലേക്ക് നോക്കി ഒരു ഷോട്ട് പായിക്കുകയും ചെയ്തു. അളന്നു കുറിച്ചുള്ള ഷോട്ട് കൃത്യമായി അവൻ്റെ തലയിലേക്ക് വന്ന് തറച്ചു. തൻ്റെ തലയിലേക്ക് തിര വന്ന് തറച്ചു കയറിയതും അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ ആന ഒന്ന് ചിഹ്നം വിളിക്കുകയും വട്ടം കറങ്ങുകയും ചെയ്തു. അത് ഞാനൊരു അവസരമായി കണ്ടു. എനിക്ക് കൃത്യമായി ഇപ്പോൾ ആനയുടെ വലതുവശവും കാണാമായിരുന്നു. അവൻ്റെ ചെവി ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ റൈഫിളിൻ്റെ കുഴൽ ചൂണ്ടുകയും ഒരു തിര പായിക്കുകയും ചെയ്തു. അതും കൃത്യമായി തന്നെ ലക്ഷ്യം കണ്ടു. പാഞ്ഞു വന്ന തിര വന്ന് തറച്ചു കയറിയത് അവൻ്റെ വലത്തെ ചെവിയുടെ പുറകുവശത്തേക്കായിരുന്നു. അതോടെ ആനയുടെ കഥ അവിടെ തീർന്നു. അവൻ മുന്നിലോട്ടൊന്ന് ആയുകയും അവൻ്റെ കൊമ്പുകൾ മണ്ണിലേക്ക് ഇടിച്ചിറങ്ങി അവിടെ വീഴുകയും ചെയ്തു. ഒരു മുരൾച്ച മാത്രമായിരുന്നു അവൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് ഉയർന്നു കേട്ടത്. അവൻ്റെ കൊമ്പുകൾ മണ്ണിലേക്ക് വന്ന് തറച്ചു കയറിയതും അവൻ ഒന്ന് മുരണ്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അത് കേട്ടുകൊണ്ടായിരിക്കണം എൻ്റെ വളർത്താന പിന്നിൽ വല്ലാതെ പരിഭ്രാന്തിപ്പെട്ടത്. അവൻ്റെ വംശത്തിൽപ്പെട്ടവൻ്റെ ഒരു മരണനാഥം അവൾ കേട്ടിരിക്കാം. അതവളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തിയേക്കാം. അവൾ പിന്തിരിഞ്ഞ് പുറകിലോട്ട് ഓടി. ഒരു പക്ഷേ അവൻ്റെ മുകളിലിരുന്ന ആനക്കാരനും അതിനെ ഒത്താശ ചെയ്തിരിക്കാം. വീണുകിടക്കുന്ന കൊലയാനയുടെ അരികിലേക്ക് ഞങ്ങൾ കുതിച്ചോടി. ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ അയാളുടെ തോക്കെടുത്ത് ആനയുടെ പുറത്തേക്ക് ചുമ്മാതെ ഒരു വെടി ഉതിർത്തു. എന്നാൽ യാതൊരു പ്രതിഫലനവും അവിടെ ഉണ്ടായില്ല. ആനയുടെ തുമ്പിക്കൈക്ക് ഇപ്പോഴും അനക്കമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഥയുടെ തുടക്കത്തിൽ, ഇവിടേക്ക് വരുന്നതിന് മുന്നേ കുന്തം പിടിച്ചുകൊണ്ട് 2 ബായികകൾ ഇവർക്ക് മുന്നിൽ നടന്നു വന്നിരുന്നുവെന്ന്. അവർ അലറി വിളിച്ചുകൊണ്ട് ആനയുടെ അരികിലേക്ക് തൻ്റെ കുന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടി. ഈ ദുഷ്ടനായ കൊലയാനയെ ഇപ്പോൾ കുന്തത്തിൽ കുത്തി നിർത്തും എന്ന രീതിയിലായിരുന്നു അവർ ആനയ്ക്കരികിലേക്ക് ഓടിയത്. അവരുടെ കൈവശമുണ്ടായിരുന്ന കുന്തങ്ങൾ എടുത്തുകൊണ്ട്
ആനയുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തുകയും ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയിലേക്ക് കുന്തങ്ങൾ കുത്തിയിറക്കുകയും ചെയ്തു. എന്നാൽ അതും യാതൊരു പ്രതിഫലനവും അവിടെ ഉണ്ടാക്കിയില്ല. കൊലയാന വീണ് കിടക്കുന്നതിൻ്റെ അരികിൽ ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ആഴ്ചകളോളം മാസങ്ങളോളം അയൽഗ്രാമങ്ങളെയും മറ്റു പ്രദേശങ്ങളെയും ഭീതിയിലും നിരവധി ആളുകളുടെ ജീവൻ അപഹരിച്ചെടുത്ത കൊലയാന തന്നെയാണോ ഞങ്ങൾക്ക് മുന്നിൽ വീണ് കിടക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല. എങ്കിലും ഇതുവരെ ഞങ്ങളുടെ പദ്ധതികളും പ്ലാനുകളും വിജയിച്ചിരുന്നു. ഞങ്ങളെ പിടിമുറുക്കിയ ഭയം അകന്നുപോയിരിക്കുന്നു. മനസ്സും ശരീരവുമെല്ലാം അത്യധികം ശാന്തമായതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളുടെ വിജയം അവിടെ ആഘോഷിച്ചു. ഞങ്ങൾ ധരിച്ച തൊപ്പികൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഞങ്ങൾക്കൊപ്പം അവിടേക്കെത്തിയ ഭാഗ്യങ്ങളുടെ പുറത്ത് തട്ടി അവരെ അഭിനന്ദിച്ചു. അത്യധികം ആനന്ദത്താൽ ഞങ്ങൾ ആർപ്പ് വിളിച്ചു. ഞങ്ങൾ ആനയെ ഒന്ന് പരിശോധിച്ചു. അവൻ തികഞ്ഞ ആരോഗ്യവാനായ ഒരാനയായിരുന്നു. അവന്റെ തൊലിക്ക് നല്ല തിളക്കമുള്ള കറുപ്പ് നിറമാണ്. കൂപ്പിലും മറ്റും പണിയെടുക്കുന്ന നാട്ടാനകളെ പോലെ രോഗാതുരമായ തവിട്ട് നിറമായിരുന്നില്ല. തൊലിക്ക് കീഴിൽ കൊഴുപ്പിന്റെ കട്ടിയായ ഒരു പാളി ഉണ്ടായിരുന്നു. ശരീരം വളരെ വൃത്താകൃതിയിലായിരുന്നു. നാട്ടുകാർ പറഞ്ഞതുപോലെ അവൻ നിലത്ത് കിടക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആളെ ഇപ്പുറത്ത് വശത്ത് നിൽക്കുന്ന ആൾക്ക് കാണുവാൻ സാധിക്കില്ല. അവനെ ഞങ്ങൾ വെടിവച്ചിട്ട സ്ഥലം വനത്തിൽ നിന്നും അധിക ദൂരമായല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തോക്കിൽ നിന്നും ഉയർന്ന അവസാനത്തെ വെടിയൊച്ചയും പുകയും അടങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ആ കൊലയാനയുടെ ശരീരം കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അത്ഭുതം കാണുവാൻ വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ശരീരം കാണുവാൻ വേണ്ടി ഏകദേശം 2-3 ദിവസം വരെയും ആ ജനത്തിന്റെ ഒഴുക്ക് അവിടെ തുടർന്നു നിന്നു. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് വിടുമ്പോഴും അവിടേക്ക് ആളുകൾ ആ ജീവിയെ കാണുവാൻ വേണ്ടി, മിച്ചം വന്ന അവശിഷ്ടം പോലും കാണുവാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നവരെ പലരെയും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അവിടേക്ക് ജനങ്ങൾ ഓടിക്കൂടിയപ്പോൾ തന്നെ ഈ മഹത്തായ ട്രോഫി എങ്ങനെ സുരക്ഷിതമായി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാം എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ കഴിയുന്നത്രയും ഈ ട്രോഫി സംരക്ഷിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ശരീരത്തിൽ നിന്നും തല വേർപെടുത്തി കൊണ്ടുപോകുന്നത് വരെയെങ്കിലും. അങ്ങനെ അതിനു പറ്റിയ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ കൂടിയ ആൾക്കൂട്ടത്തിൽ തിരഞ്ഞു. അങ്ങനെ ആ മൂർച്ചയുള്ള ആയുധങ്ങളുമായി ഏന്തി വന്ന ഒരു നാട്ടുകാരനെ കണ്ടെത്തി. അയാളോട് പറഞ്ഞു, നിങ്ങളുടെ ആയുധത്തിന്റെ മൂർച്ച പരീക്ഷിക്കുവാൻ പറ്റിയ ഒരവസരമാണിത്. നിങ്ങൾ ആനയുടെ ശരീരത്തിൽ നിന്നും ആ കഴുത്ത് വേർപെടുത്തിത്ത. അയാളെ കൊണ്ടാവുന്നത് പോലെയെല്ലാം അയാൾ ശ്രമിച്ചു. അയാൾ കരുതി അവിടേക്ക് കൊണ്ടുവന്ന അയാളുടെ വാളിന് നല്ല മൂർച്ച ഉണ്ടായിരുന്നു. എങ്കിലും ആനയുടെ ശരീരത്ത് ഒരു പോറൽ പോലും ഉണ്ടാക്കുവാൻ ആ ആയുധത്തിന് സാധിച്ചില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അത്രയ്ക്കും കട്ടിയേറിയ തൊലിയായിരുന്നു ആനയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടുകാരൻ ഒരഭിപ്രായം പറഞ്ഞത്. തോൽപ്പണിക്കാരുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഒരായുധമുണ്ട്. അതുപയോഗിച്ച് അതിന്റെ ശരീരത്തിൽ തുളച്ചു കഴിഞ്ഞാൽ അതുവഴി മൂർച്ചയേറിയ ആയുധങ്ങൾ കടത്തുകയും ശരീരത്തിൽ നിന്നും തല സുഗമമായി വേർപെടുത്തുവാനും സാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇനിയും രാവിലെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. രാത്രി ആകുമ്പോഴേക്കും ഈ തല എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞങ്ങൾ. രാത്രിയാവുമ്പോഴേക്കും മാംസം ഭക്ഷിക്കുവാൻ വേണ്ടി അവിടേക്ക് കഴുതപ്പുലികളും കുറുക്കന്മാരും വന്നെത്തും. അങ്ങനെ അവർ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായും അവർ ആ തലയും നശിപ്പിക്കും. അതിനു മുന്നേ തന്നെ തല വേർപെടുത്തി ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു വല്ലാതെ. അങ്ങനെ ഞങ്ങളുടെ തീരുമാനത്തിനൊടുവിൽ ഞങ്ങൾ ആനയുടെ ശരീരത്തിൽ നിന്നും അതിനെ തല വേർപെടുത്തിയെടുത്തു. ആ സമയം അവിടെ എത്ര ആളുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ ആ തല ഞങ്ങളുടെ ആനയുടെ പുറത്തേക്ക് എടുത്തുയർത്തി വെക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു. അതിൻ്റെ ഭാരം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതിൻ്റെ ശരീരത്തിൽ നിന്നും തൊലിയും മാംസവും എല്ലാം വേർപെടുത്തി വീണ്ടും കുറച്ചു സമയം കൂടി ഇവിടെ ചെലവഴിച്ച് ആനയുടെ പുറത്തേക്ക് എടുത്ത് വെക്കുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ്. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒട്ടും സമയം കളയുവാൻ ഇല്ല. വനത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സമയവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ആനയുടെയും അവൻ്റെ ശരീരത്തിൽ നിന്നും അടർത്തിയെടുത്ത തലയുടെയും മുകളിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് കയറുകയും അതിൻ്റെ ശാഖകളും കമ്പുകളും വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വനത്തിലെ വന്യജീവികൾ ഇതിൻ്റെ അരികിലേക്ക് അടുക്കില്ല. കാരണം അവയ്ക്കറിയാം, ഒരിക്കലും വനത്തിൽ ജീവിക്കുന്ന മൃഗങ്ങൾ അവരുടെ ശരീരത്തിന് മുകളിൽ കമ്പുകൾ വെട്ടിവെച്ച് ഉറങ്ങുകയില്ല എന്ന്.
അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏതെങ്കിലും കെണിയാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടെ ഇതിൻ്റെ അരികിലേക്ക് അവർ വരാനും ഭയക്കും. ആനയുടെ വലിയ തലയും 4 കാലുകളും മുറിച്ചെടുക്കുമ്പോൾ ചുറ്റും നിന്ന ജനക്കൂട്ടത്തിൽ ഏതുതരം മാംസവും കഴിക്കുന്ന പല താഴ്ന്ന ജാതിക്കാരുമുണ്ടായിരുന്നു. അവർക്ക് വളരെ അപൂർവമായി മാത്രമേ മാംസം കിട്ടാറുള്ളൂ. ചിലർ രോഗം ബാധിച്ച് ചത്ത മൃഗങ്ങളുടെ ശവങ്ങൾ പോലും കഴിക്കാറുണ്ട്. അവരുടെ നന്മയ്ക്കായി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഊണിലുള്ള അവസരമാണ്. എന്നാൽ അവർ അതുവരെയും അങ്ങനെയൊക്കെയാണ് കഴിച്ചതെങ്കിലും ആനയുടെ മാംസം കഴിക്കുവാൻ അവരെല്ലാം വിസമ്മതിച്ചു. ഞങ്ങൾ പലരും പറഞ്ഞ് അതിനെ സമ്മതിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അവരുടെ പിതാക്കന്മാരും പിതാമഹന്മാരും പോലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു മാംസം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ഉദ്ദേശവുമില്ല എന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞാനും ഞങ്ങളുടെ സംഘവും ആനയുടെ കാലിൽ നിന്നും ഒരു മാംസം മുറിച്ചെടുക്കുകയും അത് നല്ലപോലെ പാകം ചെയ്യുകയും ചെയ്തു. അവർക്ക് മുന്നിൽ വെച്ച് തന്നെ ഒരു സ്റ്റേക്ക് ഉണ്ടാക്കി ഞങ്ങൾ അത് ആഹരിച്ചു. പറയേണ്ടക്ക വിധത്തിലുള്ള യാതൊരു രുചി വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. രുചിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വെറും ഒരു മാംസം അത്ര തന്നെ, അതിന് മേലെ ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ തുടർന്നുവെങ്കിലും നേരം പുലർന്നിട്ടും അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു മാംസത്തുണ്ട് പോലും മുറിച്ചെടുത്ത് പാചകം ചെയ്ത് കഴിക്കുവാൻ അവിടെ കൂടിയിരുന്ന് ആരും തന്നെ തയ്യാറായില്ല. ഞങ്ങൾ യൂറോപ്യന്മാരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഹാര രീതിയും വളരെ വിചിത്രമാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് അവരുടെ ജാതി വ്യവസ്ഥകളുണ്ടെന്നും അതിന് പിന്തുടരുന്ന പല കാര്യങ്ങളുമുണ്ടെന്നും അവർ വ്യക്തമാക്കി. അതിന് ചേരാത്ത രീതിയിലുള്ള ആഹാരങ്ങൾ അവർ കഴിക്കില്ല എന്നും ഞങ്ങളോട് പറഞ്ഞു. എന്നെങ്കിൽ വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനുശേഷം ചത്തുകിടന്ന ആനയുടെ ശരീരം ഞങ്ങൾ പരിശോധിച്ചു. അതിൻ്റെ മുറിവുകളും മറ്റുമായിരുന്നു ഞങ്ങൾ കണക്കെടുത്തത്. അതിൻ്റെ തലയിലേക്ക് പതിച്ച വെടിയുണ്ടയും ചെവികൾക്കിടയിൽ പതിച്ച ഞങ്ങളുടെ തിരകളും പരിശോധിച്ചു. ഞങ്ങൾ ഷൂട്ട് ചെയ്തതിന് പുറമെ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും അതിന് നേരെ നിറയൊഴിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ആനയുടെ തൊലി തുളയ്ക്കുവാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. വീണ്ടും നടത്തിയ പരിശോധനയിൽ ആനയുടെ ശരീരത്തിൽ നിന്നും 2 പാടുകൾ കൂടി കണ്ടെത്തി. അത് തൊലി വന്ന് മൂടി മുഴകൾ പോലെ രൂപം കൊണ്ടിരുന്നു. മുൻപെപ്പോഴോ അതിൻ്റെ ശരീരത്തിലുണ്ടായ പാടുകളാണവ, അല്ലെങ്കിൽ മുറിവുകളാണവ. ഞങ്ങൾക്കൊപ്പം ക്യാമ്പിലേക്ക് എത്തിയ ബാഗുകൾക്കും മറ്റാളുകൾക്കും വേണ്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും ഞങ്ങൾ നൽകി. പാനീയമെന്നാൽ മദ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആവോളം അവരെല്ലാം മദ്യപിച്ച് ക്യാമ്പിൽ ബോധം കെട്ട് ഉറങ്ങി. അന്നത്തെ രാത്രിയിൽ നൃത്തവും സംഗീതവുമായി ഒരാഘോഷം തന്നെയായിരുന്നു ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ക്യാമ്പ് നിൽക്കുന്നത് വനത്തിനുള്ളിലാണ്. രാത്രിയാണ്, വനം ഉണരുന്ന സമയമാണ്. ആനകളുടെ ശല്യമൊന്നും ആ വനത്തിലില്ല. നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. എന്നാൽ മറ്റ് മൃഗങ്ങളുടെ കാര്യം അങ്ങനെയല്ല. കടുവകളും പുലികളും ചെന്നായ്ക്കളുമെല്ലാം കറങ്ങി നടക്കുന്ന വനമാണ്. രാത്രിയിൽ ഏതെങ്കിലും ബൈക്കുകൾ ഉറങ്ങാതെ ആ ക്യാമ്പിന് കാവൽ നിൽക്കുകയാണ് പതിവ്. അങ്ങനെ ആനയെ കൊലപ്പെടുത്തി അവർ ക്യാമ്പിലേക്ക് തിരിച്ചു വന്ന ആ രാത്രിയിലും അങ്ങനെ ഒരു സംഭവം അവിടെ അരങ്ങേറി. അർദ്ധരാത്രി കഴിഞ്ഞു കാണണം. ക്യാമ്പ് നിൽക്കുന്ന ആ വനത്തിന്റെ ഉള്ളിൽ നിന്നും ആ ബൈക്ക് വ്യക്തമായി തന്നെ കേട്ടതാണ് ഒരു കടുവയുടെ മുരൾച്ച. അതേത് ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണെന്ന് അവൻ ഇപ്പോഴും അറിയില്ല. ആ മൃഗത്തിന്റെ ഗർജനത്താൽ അവൻ അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിന്നുപോയി എന്നാണ് പറഞ്ഞത്. അവൻ വളരെ വേഗം ക്യാമ്പിലേക്ക് ഓടിപ്പോവുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. നല്ല ഉറക്കത്തിലും ക്ഷീണത്തിലുമായിരുന്നു ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞത് പൂർണ്ണമായി എനിക്ക് ആ ഉറക്കപ്പിച്ചയിൽ മനസ്സിലായില്ല. എങ്കിലും ഞാൻ എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. പുറത്ത് കൂരിരുട്ടാണ്. ക്യാമ്പിന്റെ മുന്നിലായി കത്തിച്ചു വെച്ചിരിക്കുന്ന ആ തീയുടെ ആ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അരണ്ട വെളിച്ചത്തിൽ ആ വെളിച്ചത്തിനപ്പുറമുള്ളതൊന്നും കാണുവാൻ എനിക്കും സാധിച്ചില്ല. അവൻ്റെ കൂടെ കുറച്ച് സമയം ഞാൻ അവിടെ ചിലവഴിച്ചു, ഏകദേശം 1/4 മണിക്കൂറോളം. അപ്പോഴേക്കും എൻ്റെ ഉറക്കം പൂർണ്ണമായും വിട്ടുപോയിരുന്നു. എൻ്റെ സഹായിയെയും ഞാൻ ഉണർത്തിയിരുന്നു. അവൻ എനിക്ക് വേണ്ടിയുള്ള ഒരു കോഫിയും അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പതിയെ 1/4 മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ആ ബൈക്ക് പറഞ്ഞതുപോലെയുള്ള ഒരു കടുവയുടെ മുരളിച്ച ഞാൻ കേട്ടില്ല. എന്നാൽ അവനെ ശാസിച്ച് അവനെ വഴക്കു പറഞ്ഞ് തിരികെ ക്യാമ്പിലേക്ക് ഞാൻ കയറി ഉറങ്ങാൻ കട്ടിലേക്ക് കിടന്നപ്പോൾ തന്നെ വീണ്ടും ഞാനും ആ കടുവയുടെ മുരളിച്ച കേട്ടു. അതിപ്പോൾ കേട്ടത് ഞങ്ങളുടെ ക്യാമ്പിനെ അരികിൽ നിന്നുമാണ്. ഞാൻ വളരെ വേഗം എൻ്റെ റൈഫിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ എൻ്റെ കാത് കൂർപ്പിച്ചു വെച്ചു. ആ കടുവയുടെ കാൽപതനമോ അല്ലെങ്കിൽ ഇനിയൊരു ഗർജനമോ കേൾക്കുമോ എന്നായിരുന്നു ഞാൻ ചെവിയോർത്തത്. എന്നാൽ യാതൊന്നും കേട്ടില്ല. അല്പസമയം ഞാൻ കാത്തു നിന്നു.
പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴും ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് നിന്നും അങ്ങ് അകലെ നിന്നും ആ കടുവയുടെ മുരൾച്ച വീണ്ടും കേട്ടു. ഞാൻ ആ മുരൾച്ച കേട്ട ഭാഗത്തേക്ക് എൻ്റെ റൈഫിൾ ചൂണ്ടി നിറയൊഴിച്ചു. റൈഫിൾ പൊട്ടുന്നതിന് മുന്നേ വരെ ആ ക്യാമ്പ് വളരെ ശാന്തമായിരുന്നു. റൈഫിലിൻ്റെ ശബ്ദം ആ ക്യാമ്പിനെ തന്നെ പിടിച്ചു കുലുക്കി. ഉറക്കത്തിൽ നിന്നവർ ഞെട്ടി ഉണർന്നു. എൻ്റെ സുഹൃത്ത് ആദ്യം അവിടേക്ക് ഓടിയെത്തി. അവൻ്റെ കൈവശവും റൈഫിലുകൾ ഉണ്ടായിരുന്നു. കടുവയുടെ ഗർജനമോ മുരൾച്ചയോ പിന്നീട് ആ ക്യാമ്പിൽ കേട്ടില്ല. കാര്യം എന്താണെന്ന് ബാക്കിയുള്ളവരും തിരക്കി. വളരെ വിശദമായി തന്നെ ഞാൻ കാര്യം പറഞ്ഞു. ഒരു കടുവ നമ്മുടെ ക്യാമ്പിൻ്റെ അരികിലൂടെ കടന്നുപോയി. അവനെ വിരട്ടി വനത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടിയാണ് നിറയൊഴിച്ചതെന്ന്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ക്യാമ്പിലേക്ക് ആ കടുവ കടന്നു വരാഞ്ഞത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് മനുഷ്യഭോജിയായ കടുവയായിരിക്കില്ല. ഭയന്ന് ആ കടുവ തിരികെ ക്യാമ്പിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ പോകുന്നത് വരെയും ആ കടുവയുടെ യാതൊരു ശല്യവും ഞങ്ങൾക്കുണ്ടായില്ല. അതിനെന്താണ് പറ്റിയെന്നും ഞങ്ങൾ തിരക്കാനും പോയില്ല. നേരം പുലർന്നപ്പോൾ ക്യാമ്പിന് ചുറ്റും പരീക്ഷിച്ച് ഞങ്ങൾക്ക് ആ കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ആനയെ കൊല്ലുന്നവർക്കുള്ള പാരിതോഷികം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ? അത് 200 രൂപയായിരുന്നു. അത് ഞങ്ങൾ കൈപ്പറ്റുകയും ഞങ്ങൾക്കൊപ്പം ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന ബൈക്കുകൾക്ക് വേണ്ടി ഞങ്ങളത് നൽകുകയും ചെയ്തു. അവർക്കൊരു അത്ഭുതമായിരുന്നു ആ 200 രൂപ എന്നത്. കാരണം അവിടുത്തെ ആളുകൾക്ക് മാസവരുമാനം എന്നത് വെറും 2 രൂപയാണ്. ദിവസക്കൂലി എന്ന നിലയിൽ കിട്ടുന്നത് ഒരു ഷെല്ലിംഗ് മാത്രമാണ്. ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില ബാഗുകൾ അപ്പോൾ തന്നെ ആ പൈസ അടിച്ചു തീർത്തു. എന്നാൽ ഞങ്ങൾക്ക് വഴികാട്ടുവാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഭക്ത് തുടങ്ങിയ കുറച്ചു പേർ മാത്രമാണ് അത് നല്ല പോലെ വിനിയോഗിച്ചത്. അവർ കുറച്ച് കന്നുകാലികളെ വാങ്ങിച്ചു. അവർ പുതുതായി തൊഴിൽ പഠിക്കുകയും കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ആ തൊഴിൽ അവർക്ക് പുതുമയായിരുന്നു. എങ്കിലും അതുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുവാൻ അവർ അന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ ആനയുടെ മരണം കുറച്ചുപേരുടെ ജീവിതമാണ് മാറ്റിമറിച്ചത്. അതുമാത്രമല്ല, അവിടുത്തെ ആളുകൾക്കിടയിലുള്ള ഞങ്ങളുടെ ചിന്താഗതിയും മാറ്റി. ഞങ്ങൾ ഇത്രയും ദാനധർമ്മിഷ്ഠരാണെന്ന് അവർ കരുതിയിരുന്നില്ല. ഒരിക്കലും അവർക്ക് പണം നൽകുകയില്ല എന്ന് അവർ കരുതിയിരുന്നു. കുറച്ച് പഴയ തുണിയോ ഗ്ലാസോ ആഹാരമോ മാംസമോ അല്ലെങ്കിൽ ഷില്ലിങ്ങുകൾ മാത്രമേ നൽകുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മാത്രമാണ് അവിടുത്തെ ആളുകൾ അത്രയും നേരം നനച്ചത്. എന്നാൽ ഇത് അവരുടെ സ്വപ്നത്തിനും അപ്പുറമായിരുന്നു. പലരുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒന്നായിരുന്നു ഇത്. രണ്ടാമത്തെ ദിവസവും ആനയുടെ ശരീരത്തിനൊപ്പമായിരുന്നു ഞങ്ങൾ നടന്നത്. അതിൻ്റെ ശരീരത്തിൽ നിന്നും തല വേർപെടുത്തി എന്ന് പറഞ്ഞിരുന്നല്ലേ? തലയിൽ നിന്നും ശരീരത്തിൽ നിന്നും അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കേണ്ടതുണ്ട്. വളരെ പ്രയാസമേറിയ കാര്യമാണ്. വളരെ പണിപ്പെട്ടുകൊണ്ട് ആ ഭാരമേറിയ ആനയുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും തൊലി പതിയെ പതിയെ ഉരിഞ്ഞെടുത്തു. എന്നാൽ തലയുടെയും ശരീരത്തിൻ്റെയും അടിഭാഗത്തെ തൊലി ഉരിഞ്ഞെടുക്കുവാൻ വളരെ പ്രയാസമാണ്. തല ഉയർത്തുവാൻ അവിടുത്തെ ആളുകളെ കൊണ്ട് കഴിയുന്നില്ല. അത്രയും ഭാരമായിരുന്നു ആ തലയ്ക്കുണ്ടായിരുന്നത്. അവസാനം ഞങ്ങൾ കമ്പുകളും മറ്റും ഉപയോഗിച്ച് ഒരു ചെറിയ ഗിയർ സിസ്റ്റം അവിടെ ഉണ്ടാക്കിയെടുത്തു. ആ തടിയിലേക്ക് തല കെട്ടി പതിയെ ആളുകളുടെ സഹായത്തോടെയും ആനയുടെ വളർത്താനകളുടെയും സഹായത്തോടെ അത് വലിക്കുകയും അത് തിരിച്ച് മറിച്ചിടുകയും ചെയ്തു. വീണ്ടും ദിവസങ്ങൾ എടുത്തുകൊണ്ട് തലയിൽ നിന്നും ആ തൊലി ഉരിഞ്ഞെടുത്തു. പിന്നെ പതിയെ തലയിൽ നിന്നും മാംസങ്ങൾ അടർത്തിയെടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തു. 2-3 ദിവസങ്ങൾക്കപ്പുറം തലയും കാലും വാലും ഒഴികെയുള്ള ബാക്കി ശരീരാവശിഷ്ടങ്ങൾ അവിടെ അഴുകുകയും ചീഞ്ഞു നാറുകയും ചെയ്തു. പതിയെ ഞങ്ങളുടെ പണി തുടർന്നു. കട്ടിയേറിയ കൊഴുപ്പാർന്ന ആ തൊലി ആനയുടെ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെടുത്തു. വളർത്താനകളുടെ പുറത്തേന്തി അത് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അത്രയും വിലമതിക്കാനാകാത്ത ഒരു ട്രോഫി ആയിരുന്നുവല്ലോ അത്. അതിന് കേടുപാടുകൾ സംഭവിക്കാതെ വേണം ക്യാമ്പിലേക്ക് എത്തിക്കേണ്ടത്. ആഫ്രിക്കയിൽ പ്രശസ്തനായ സർ സാമുവൽ ബേക്കർ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അദ്ദേഹം കേട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒറ്റയാന തന്നെയായിരുന്നു ഇവനെന്ന്. നാട്ടിൽ നിന്നും പോയി കാട്ടിലേക്ക് കയറി കാട്ടാനയായി മാറി നിരവധി പേരുടെ ജീവനെടുത്ത കൊലയാനയായി മാറിയ മാണ്ഡ്ലയിലെ രാക്ഷസന്റെ കഥ. ഇവിടം കൊണ്ട് ഈ കഥ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.